എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിതേ ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇത് റോൾഡ് ഓട്സാണ്. അത് ഒന്ന് പയ്യെ നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ പയ്യെ ഒന്ന് ചുമന്ന് വന്നാൽ മതി. ഒരു നല്ല സ്മെല്ല് വരും ഈ ഓട്സ് ഒന്ന് പാകമായി വരുന്ന സമയത്ത്. ഇങ്ങനെ വറുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അത് കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇതാ പാകത്തിനായി കണ്ടോ, നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നു. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പാത്രം തന്നെ വെച്ച് ഇതിലേക്ക് നമുക്കിതിന് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ഇതാ ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. 1/2 സ്പൂണ് നെയ്യും കൂടെ ഇടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നെയ്യും ഈ എണ്ണയും കൂടെ ആകുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് 1 സ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉഴുന്നും കൂടെ, നമ്മൾ സാധാ ഉപ്പുമാവിന് ചെയ്യുന്ന പോലെ കുറച്ച് ഉഴുന്ന്, കുറച്ച് വറ്റൽമുളക്, അത് മൂത്ത് കഴിയുമ്പം കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂടുതലോ കുറവോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതിന് ശേഷം നമുക്കിതേ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഞാനൊന്ന് കോരി മാറ്റി വയ്ക്കുകയാണ്. ഇതിലേക്ക് തന്നെയല്ല ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒന്നും ഇടുന്നത്. അത് കോരി മാറ്റി വെച്ച് ബാക്കി എണ്ണയ്ക്കകത്തേക്ക് ഞാനിത് ഇഞ്ചി, പച്ചമുളക്, സവാള കുരുകുരാന്നരിഞ്ഞത് ഇട്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതാ കളറൊക്കെ മാറി, ഒരു കളറ് മാറി തുടങ്ങി കണ്ടോ, ഇത്രയും മതി. ഇനി ഇതിനകത്തോട്ട് 1 ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇത് 1 കപ്പ് ഓട്സാണ് എടുത്തത്. അപ്പോൾ ഇതിന് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം എല്ലാ ഓട്സും ഒരുപോലെയല്ല, ഇത് റോൾഡ് ഓട്സ് ആയതുകൊണ്ടാണ് ഇതിന് വെള്ളം കൂടുതൽ വേണം. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. നമുക്കിതാ കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ദിവസം നമ്മൾ ഈ ഓട്സ് കഞ്ഞിയല്ലേ വെച്ച് കുടിക്കുന്നത്. അങ്ങനെ കഞ്ഞി വെച്ച് കുടിച്ച് മടുക്കുന്നവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഉപ്പുമാവും ഉണ്ടാക്കി കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് കൂട്ടി വെക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. നമുക്കൊരു 5 മിനിറ്റ് നേരത്തേന് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനിടയ്ക്ക് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. അടിയിലുള്ളത് മുകളിൽ വരത്തക്ക വിധം ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് യോജിപ്പിച്ചൊന്ന് വെക്കാം. ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും അത് വേവോ. ഓട്സ് ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണെന്നല്ലേ പറയുന്നത്. ഷുഗറുകാർക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ ഓട്സ്. നമ്മുടെ ഉപ്പുമാവ് ഇപ്പം വെന്തിട്ടുണ്ട് കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോകാതെ വെള്ളമെല്ലാം വറ്റി പാകത്തിനായിട്ടുണ്ട്, തോർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ഇട്ട് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങായ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ട് കഴിഞ്ഞ് നമുക്കിതൊന്ന് 1 മിനിറ്റ് നേരത്തേന് ഒന്ന് ഇളക്കണം. എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി ഇതിനകത്തേക്കൊന്ന് യോജിക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങയും കൂടെ ഇട്ട് ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ ഒരു കറിയും കൂടാതെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാനായിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പും കടുകും എല്ലാം കൂടെ, മുളകും കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ കോരി മാറ്റി വെച്ചിരുന്നു. അതിപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. കാരണം ആ ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ ക്യാരറ്റ് ആ നെയ്യ് എല്ലാം കൂടി ഒഴിച്ചല്ലേ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കണ്ടോ. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല തോർന്ന ഉപ്പുമാവ് കണ്ടോ.
നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. നമ്മുടെ അടിപൊളി ഉപ്പുമാവ് ഇതേ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സുന്ദരമായ ഉപ്പുമാവാണ് ഇതെന്ന്. കണ്ടോ, ഒട്ടും കുഴഞ്ഞിട്ടില്ല, നല്ല പെരുപെരാന്ന് കിടക്കുന്നു. നമ്മൾ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകാതെ കിട്ടിയാലേ അതുപോലെ തന്നെ ഇതും നന്നായിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. തേങ്ങയും ഇട്ട് ഈ അണ്ടിപ്പരിപ്പും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് അതിന് നല്ല രുചികരമായ ഉപ്പുമാവ് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.